വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സംഭവമാണ്. ഇതെന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്കൂൾ യൂണിഫോമിലാണ് ഗൈസ്. ഇതാണ് എൻ്റെ യൂണിഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് ആണ്. ജോറ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അടിപൊളി ഒരു സംഭവമാണ് ഇത്. ഞാൻ ഡിസംബറിൽ ഓർഡർ ചെയ്താണ്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും. ബട്ട് എന്താ പറയുക, എവിടെയോ ആയിരുന്നു എന്ന് വെച്ചാൽ ഓഫീസിലായിരുന്നു. അപ്പം എടുക്കാൻ ഇല്ല ദിവസം മറന്നുപോയി. എൻ്റെ അമ്മേൻ്റെ ഓഫീസിലായിരുന്നു. സോ ഫൈനലി എനിക്ക് ജാനുവരി 6th ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഈ വീഡിയോ എപ്പോഴാണ് ഇടുക എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഇത് കുറേ കാലമായി കാത്തിരിക്കുന്നു. ഒരു മാസമായിട്ടുണ്ടാവും ഏകദേശം. ഞാൻ ലീവിനായിരുന്നു, എനിക്ക് തോന്നുന്നു ലീവിനാണ് ഞാൻ ഓർഡർ ചെയ്തത്. എപ്പോഴാണ് ഓർഡർ ചെയ്തതെന്ന് വരെ ഞാൻ മറന്നുപോയി. കുറേ കാലമായി. ഇത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് എന്താണെന്ന് കാണാം. എന്താണ് സോരോ? സോരോ പോവല്ലേ? അയ്യോ പോവല്ലേ, ഒരു മൈൻഡുമില്ല. വാ, നല്ല കുട്ടിയാണ്. അമ്മേ ഉമ്മ കൊടുക്ക്. അമ്മ കൊടുത്തേ. അയ്യോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക. ഞാൻ പോയി കത്രിക എടുത്തിട്ട് വരാം. ഗൈസ്, ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ തലേനൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ വൈറ്റ് ബോർഡ്. സോ നമുക്ക് എന്തായാലും എഴുതാം. എനിക്ക് വൈറ്റ് ബോർഡിൽ അത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട. കാണുന്നില്ല എന്നെനിക്കറിയാം. ഒന്നുമില്ല ഗൈസ്, അൺബോക്സിങ്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യും. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഞാൻ കുറേ നേരമായി അൺബോക്സ് ചെയ്യാൻ പറയുന്നത്. എനിക്ക് എന്നെ അൺബോക്സ് ചെയ്യാൻ അത്ര കഴിവൊന്നുമില്ല. എന്താണ്, ചിലപ്പം ഇങ്ങോട്ടേക്ക് സോറോ ചാടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതെന്താന്ന് കാണാൻ വേണ്ടിയിട്ട് അവക്കും എന്നെക്കാട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഫുഡ് തന്നു പോന്നെ. ഇത് ഞാനൊരു യൂട്യൂബറിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്തില്ല. അന്ന് തന്നെ ഞാൻ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടതായിരുന്നു. ഇപ്പം എന്തായാലും എനിക്ക് കണ്ടോ ഇങ്ങനെയൊക്കെയാണ്. അയ്യോ, നിങ്ങൾ കണ്ടോ, ഇത്ര ഇതൊന്നുമില്ല. കഴിവില്ല എനിക്ക് ഇതിൽ അൺബോക്സ് ചെയ്യുന്നില്ല. ലാഗാവുമെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇല്ല, 3 minutes ആയിട്ടുള്ളൂ. കിട്ടി പകുതി എത്തി. എന്ത് പാക്കിങ്ങാ ഇത്? ഞാനൊരു വ്ളോഗർ പറയുന്നതായിട്ട് നൈക്കേൻ്റെ പാക്കിങ് അടിപൊളി അല്ല കേട്ടോ. ഫ്ലിപ്കാർട്ടും അടിപൊളി തന്നെയാണ്. തുറക്കാൻ തന്നെ പറ്റുന്നില്ല. എന്താണിത്? നല്ലതാട്ടോ ഞാൻ പറഞ്ഞ. ഇഷ്ടപ്പെട്ട ഇത് എന്താ പറയുക, നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് എത്ര 350 അങ്ങനെ എത്രയോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 2 ദിവസം കൊണ്ട് കിട്ടും എന്നാണ് പറഞ്ഞത്. വേണ്ട, കുഴപ്പമില്ല. നമുക്ക് ഒരു ഒരാഴ്ചയൊക്കെ അങ്ങ് വെയിറ്റ് ചെയ്താൽ പോരെ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, ജാനുവരി 12 എനിക്ക് പരിപാടി ഉണ്ട്. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ്. ഇനി നാളെയുണ്ട്. എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല. ഞാനിപ്പം വീട്ടിലെത്തി 4:30 ആയിട്ടുണ്ട്. ഞാൻ 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്താറുണ്ട്. ഞാൻ ഫുള്ള് പൊട്ടിച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഫൈനലി കുറേ എന്താ പറയുക
കാത്തിരിപ്പിന് ശേഷം ഞാൻ ഫുള്ള് കഷ്ടപ്പെട്ടതിന് ശേഷം ഫുള്ള് ഞാൻ കയറി എടുത്തിട്ടുണ്ട്. ഇതാണ് പെട്ടി കേട്ടോ. എന്ത് കോലാല്ലേ. ഇവിടെ ഞാൻ കാണിക്കാം. ഞാൻ മനസ്സിലാകാത്ത ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല. ഇത് ഞാൻ പൊട്ടിച്ചപ്പം